പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദിവ്യ. ഞാനിപ്പോൾ വരുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാൻ നഴ്സാണ്, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു 5 ഇയറിന് മുന്നെയാണ് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായത്, കാനഡയിൽ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ട്സും ഒരു 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകാം എന്നുള്ള പ്ലാനിലേക്ക് വന്നത്. നഴ്സായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് IELTS സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള ഇതിലുണ്ടായിരുന്നു. ഫസ്റ്റ് ജസ്റ്റ് പഠിച്ചു. എന്താണ്, ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. അപ്പോൾ അത്ര വലിയ പ്രോപ്പർ ഇംഗ്ലീഷൊന്നും എനിക്ക് അറിയത്തില്ല. ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാം അത്രത്തേക്കുള്ളതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് IELTS സ്റ്റാർട്ട് ചെയ്തു, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എഴുതി, കിട്ടിയില്ല, ലോ സ്കോർ ആയിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ തന്നു. ഹസ്ബൻഡ് നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ രണ്ടാമത് എഴുതിയിട്ടും കിട്ടിയില്ല. ജനറലാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. PR-നാണ് ആദ്യം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ജനറൽ IELTS ആണ് എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 10-14 വർഷമായിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്ലിനിക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം കുറേ വർഷമായിട്ട് ആ ക്ലിനിക്കിലാണല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ചേഞ്ചായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒന്നുകൂടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആവുമല്ലോ. അപ്പോൾ OET ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് OET എഴുതി നോക്കാം, ചിലപ്പോൾ പിന്നെ IELTS കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് OET ട്രൈ ചെയ്തു. OETയും ഫസ്റ്റ് അതുപോലെ തന്നെയാണ്, റീഡിങ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു സിസ്റ്ററിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സിസ്റ്റർ OET പാസ്സായി ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, സിസ്റ്റർ ഞാൻ 2 പ്രാവശ്യം IELTS എഴുതി, OET ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ല, എനിക്ക് ആകെ വിഷമമാവുന്നു. ഇപ്പം വീട്ടുകാരും എല്ലാവരും അറിഞ്ഞു IELTS ട്രൈ ചെയ്യുന്നു, OET പഠിക്കുന്നുണ്ട്, ഓരോ പ്രാവശ്യവും എഴുതാൻ കാശ് എല്ലാം വീട്ടിൽ ചോദിക്കുന്നുണ്ട്. വീട്ടുകാർക്കെല്ലാം അറിഞ്ഞു തുടങ്ങി. അപ്പം ഫ്രണ്ട്സും എല്ലാം അറിഞ്ഞു തുടങ്ങി, നീ കുറേ നാളായല്ലോ OETയും IELTS എല്ലാം മാറി ട്രൈ ചെയ്യുന്നു, എന്തായി, പോകുന്നില്ലേ, നിങ്ങൾ കാനഡയിൽ പോകുമെന്ന് പറഞ്ഞല്ലോ, കാനഡയിലൊന്നും പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കളിയാക്കൽ തുടങ്ങി. അപ്പോഴേ മനസ്സിലാകെ ഒരു ഡിപ്രഷനായി തുടങ്ങിയായിരുന്നു. അപ്പോഴിങ്ങനെ ആകെ വിഷമത്തിലിരുന്ന സമയത്താണ് ദൈവമായിട്ട് എനിക്ക് ആ സിസ്റ്ററിനെ കൊണ്ട് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ സിസ്റ്ററോട് ഞാനിങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ഇതുപോലെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഞാനും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല, പകുതിയും ദൈവത്തിൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല എനിക്ക് OET പാസ്സായി കിട്ടിയത്. നീ ഒരു കാര്യം ചെയ്യുക, ആലപ്പുഴയിൽ ഒരു കൃപാസനം പള്ളിയുണ്ട്, ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിലാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ ഞാനും വലിയ കഴിവുള്ള ആളൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൊതുവെ മുന്നേ തന്നെ എനിക്ക് യേശുവിനോടൊരു വിശ്വാസവും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രെയർ എങ്ങനെയാണ്, അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു, അവിടെ പോയി വേണം ഉടമ്പടി എടുക്കാൻ, ഓൺലൈനിൽ എടുക്കാം, പക്ഷേ ഞങ്ങൾ അവിടെ പോയി എടുത്തേന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്കത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ആയെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തു എല്ലാം എൻ്റർ ചെയ്തു, അത് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഓപ്ഷനൊന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് പ്രെയർ അയച്ചു തന്നു, മൊബൈലിൽ അയച്ചു തന്നു. ഞാനങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ 2022 നവംബർ മുതൽ ഉടമ്പടി പ്രെയർ തുടങ്ങി. രാവിലെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് വൈകിട്ട് അതുപോലെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കും. ചില സമയം ഡ്യൂട്ടി ചേഞ്ച് ആവുന്ന സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന അനുസരിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പ്രെയർ ഞാൻ മുടക്കിയിട്ടില്ല, 3 മാസം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ OET ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 2023 ഫെബ്രുവരി ആയപ്പോഴത്തേക്കും നാട്ടിൽ വന്ന് എഴുതാം, ഒരു പ്രാവശ്യം അവിടെ ദുബായിൽ എഴുതിയത്. അപ്പോൾ നാട്ടിൽ വന്ന് എഴുതാം, അപ്പോൾ ആ സമയത്ത് ഉടമ്പടി എടുക്കാം എന്നൊക്കെ പ്രാർത്ഥിച്ചു. വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ നാൾ ദുബായിലായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ബസ്സിൽ വരാനും ഒക്കെ പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവ് നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ട്രിവാൻഡ്രം ബസ് കയറി. രാവിലെ അവിടെ ചെന്ന് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സ്റ്റോപ്പ് ഉണ്ടോ ഒന്നുള്ള ഫ്രണ്ട്സ് ആരും ഒന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഞാൻ രണ്ടും കൽപ്പിച്ച് കയറിയിരുന്ന സമയത്ത് തന്നെ എൻ്റെ തൊട്ടടുത്തൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ആകെ ടെൻഷൻ, ബസ് എത്തുമോ സ്ഥലം എത്തുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അമ്മമ്മ ചോദിച്ചു, എന്തിനാ മോളെ വിഷമിച്ചിരിക്കുന്നത്, നിങ്ങൾ എവിടെ പോകാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് കൃപാസനം പള്ളിയിൽ പോകാനാ, എനിക്ക് സ്ഥലമൊന്നും അത്ര അറിയത്തില്ല, അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാനും അങ്ങോട്ട് തന്നെയാണ്, ഞാൻ അവിടെ കൊണ്ട് എത്തിച്ചേക്കാമെന്ന്. അപ്പോൾ എനിക്ക് മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഇരുത്തി എന്നെ ഒന്ന് സേഫാക്കി ആക്കാനുള്ളതായിട്ട് മാതാവ് അയച്ചതുപോലെ എനിക്ക് ഫീലായത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടവും കരച്ചിലും എല്ലാം ഒരുമിച്ച് വന്നു. എന്തായാലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ അമ്മയുടെ രൂപത്തിലുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്നു ഭയങ്കര തിക്കും തിരക്കും, ഒന്നും അറിയില്ല, എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ആ വയ്യാത്ത അമ്മമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, നീ എപ്പോഴെങ്കിലും സാക്ഷ്യം ഒന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ പറയണം, അമ്മ എന്നെ കൊണ്ട് ആക്കിയത് കാര്യം പറയണമെന്ന് പറഞ്ഞായിരുന്നു. അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എന്തായാലും മാതാവ് എന്നെ ഈ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളത്. അപ്പോഴേ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു സാക്ഷ്യം പറയണം എന്നുള്ളത്. അതെനിക്ക് മാതാവ് ഇപ്പോൾ സാധിച്ചു തന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം എടുത്ത് പ്രാർത്ഥിച്ചു. OET എഴുതിയിട്ട് പോയി. അപ്പം ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ
രീതിയിനെക്കാട്ടി മനസ്സിന് ഒരു ഭയങ്കര വിശ്വാസമായിരുന്നു കിട്ടും എന്നുള്ളത്. മാധവ് ഉണ്ടല്ലോ, എന്തായാലും മാധവ് എൻ്റെ കൂടെ വന്ന് അമ്മ മാധവ് എല്ലാം സാധിച്ചു തന്നു, എനിക്ക് എല്ലാം ശരിയാക്കി തന്നു, എന്തായാലും മാധവ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ എഴുതി. അന്നേരം ആദ്യം എഴുതിയതിനെക്കാട്ടി കുറച്ചുകൂടി സ്കോർ കൂടുതൽ കിട്ടി. ആദ്യത്തെ എനിക്ക് റീഡിങ് ലിസണിങ് പോയിട്ടുണ്ടായിരുന്നു, രണ്ടാമത് എനിക്ക് റീഡിങ് മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായല്ലോ എന്നുള്ള മനസ്സിനൊരു കുറച്ചുകൂടെ വിശ്വാസമായി. മാധവ് എന്നെ സഹായിച്ചു, എന്നാലും 3 കിട്ടിയല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാരുടെ കളിയാക്കലും സപ്പോർട്ടീവായിരുന്ന ഹസ്ബൻഡ് വരെ ഇങ്ങനെ ഒരു ഇതായി, നിന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല ഒരു വല്ലാണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് ആകെ വിഷമമായി, എന്തിനാ ഞാൻ അങ്ങനെ ജീവിക്കുന്നേ, പോയിട്ടും കിട്ടുന്നില്ല, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കുന്നുമില്ല, ആകെ വിഷമമായി. പിന്നെ ഞാനപ്പം ഇതിൽ ചർച്ചിലൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ ഹോസ്പിറ്റലിൽ മാറിയപ്പോൾ തൊട്ടടുത്ത് ചർച്ചുണ്ട്. അപ്പോൾ എനിക്ക് ചർച്ച് കയറിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ എനിക്ക് കയറാമോ, എങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഒക്കെ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ചർച്ചിൽ കയറിയപ്പോൾ തന്നെ ദൈവമായിട്ട് എനിക്കൊരു മലയാളി ഒരു കൊച്ചു ഇറങ്ങി വന്നു. ചേച്ചി എന്നാ പള്ളി കയറാനാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കയറാനാണ് മോളെ, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. അതിനെന്താ ചേച്ചി, അതും ഒരു ഹിന്ദു കൊച്ചായിരുന്നു, ഞാനൊരു ഹിന്ദു ഫാമിലിയിലുള്ളതാണ്. അവൻ ആ കുട്ടി എന്നെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു തന്നു. ഞാനങ്ങനെ സ്കാർഫൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു വന്നപ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം, എന്തോ നമ്മുടെ കൂടെ ആരോ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ പ്രാർത്ഥിച്ച് ഡെയിലി ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്കും പ്രെയർ ചെയ്യാൻ തുടങ്ങി. എന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് കാരണം ഈ പത്രം കൊടുക്കുന്ന കാര്യങ്ങളും ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ദുബായിൽ അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഫസ്റ്റ് പത്രം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴെല്ലാം ആരും വാങ്ങുന്നില്ല. പിന്നെ മലയാള പത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. മലയാളം ആൾക്കാരെ നോക്കി കൊടുക്കണ്ടേ, മലയാളം അറിയാവുന്നവർക്ക് കൊടുത്തിട്ടല്ലേ യൂസ് ഉള്ളൂ. അങ്ങനെ ആദ്യം കൊടുത്ത് വാങ്ങിച്ചില്ല, രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഒരു വാങ്ങിച്ചില്ല, പിന്നെ നിരാശയായി തുടങ്ങി. ഇതെങ്ങനെ പത്രമെല്ലാം കൊടുത്ത് തീർക്കണമല്ലോ എന്നുള്ളൊരു വിശ്വാസം. അപ്പം അച്ഛൻ്റെ ഓരോ പ്രെയർ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കെല്ലാം നാണക്കേടായിരിക്കും, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉടമ്പടി ഒന്നും ആക്റ്റീവ് ആവത്തില്ല, നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം, നിങ്ങൾ പേപ്പർ കൊടുക്കണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ഇവിടുത്തെ പ്രെയറൊക്കെ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു മോട്ടിവേഷനായി. അങ്ങനെ എനിക്ക് സൺഡേ ആയിരുന്നു ഓഫ്. അത് എന്തോ ദൈവം സഹായിച്ച് എനിക്ക് എൻ്റെ ഓഫ് ട്യൂസ്ഡേ ആയി കിട്ടി. ട്യൂസ്ഡേ ആയപ്പോഴത്തേക്കും വീട്ടിൽ ഇരുന്ന് ഓൺലൈനിൽ തന്നെ ഇവിടുത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയെല്ലാം ചൊല്ലി അച്ഛൻ്റെ പ്രെയർ അതേ സമയം 1 മണിക്കൂർ ഞാൻ ഇരുന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ തൈലം പ്രാർത്ഥന ഈവനിങ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്നേരം സമയത്ത് എനിക്കൊരു ടോൺസിലൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തണുപ്പടിച്ച ഉടനെ എനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ ഇത് വരും. അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ 3ാമത് OET എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 1 വീക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ എനിക്ക് ടോൺസിലൈറ്റിസ് നല്ലതായിട്ട് കൂടി നല്ല ഇൻഫെക്ഷനായിട്ട് ടോൺസിലർ ആബ്സസ് ആയി. അങ്ങനെ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 1 വീക്കിനുള്ളിൽ സർജറി എങ്ങനെ ചെയ്യും, സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2ാമത്തെ OET അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഡേറ്റ് എടുത്തത്, എന്നിട്ട് നീ ഇപ്പോൾ ടോൺസിലൈറ്റിസിൻ്റെ ഇത് തന്നെ ഞാൻ എങ്ങനെ അവിടെ പോയി സ്പീക്കിംഗ് ചെയ്യും, എനിക്കറിയത്തില്ല, ഞാൻ നിന്നിലെല്ലാം അർപ്പിച്ചിരിക്കുന്നു, നീ സർജറി ചെയ്യുമോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനപ്പോൾ തൈലം എൻ്റെ തൊണ്ടയിൽ പുരട്ടി, ഞാൻ എന്നും ആ ഒരാഴ്ച സമയത്തേക്ക് തൈലവും പുരട്ടി ഉപ്പും കഴിച്ച് തേനും കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല മാതാവ് എന്താണ് സംഭവിച്ചതെന്ന്. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് 5 ദിവസം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു. എൻ്റെ ടോൺസിലൈറ്റിസ് എല്ലാം മാറി. എനിക്ക് ആ സമയത്ത് മാതാവ് തന്ന ഡേറ്റിൽ തന്നെ എനിക്ക് OET എഴുതാനും സാധിച്ചു. 3ാമത്തെ പ്രാവശ്യം എഴുതി, 3ാമത്തെ പ്രാവശ്യം റീഡിങ് മാത്രം പോയി, കിട്ടിയില്ല. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇനി എഴുതണ്ട, നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ളതായി. പിന്നെ എനിക്ക് വാശിയായി, അത്ര ഇതായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യേണ്ട, എന്നെ എന്തായാലും എഴുതി എടുത്തിട്ടേ പറ്റുള്ളൂ. ശരി ഞാൻ ഒന്നുകൂടെ എനിക്ക് OET എഴുതുന്നില്ല, IELTS നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി ഓസ്ട്രേലിയ വേക്കൻസി ഉണ്ട്, UK വേക്കൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എങ്കിൽ UK നോക്കാം, എങ്കിൽ ഓസ്ട്രേലിയ നോക്കാം, അങ്ങനെ മാറി ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്തോ ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. ഇല്ല, നമുക്ക് കാനഡയില്ല നമ്മൾ ആദ്യം ആഗ്രഹിച്ചത്, കാനഡ തന്നെ നടക്കും, കാനഡ തന്നെ നമുക്ക് നോക്കാം, ഇനി ഒരു ഇതിൽ മാറ്റമില്ല, നമ്മൾ അതിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും IELTS പ്രിപ്പയർ ചെയ്തു. എൻ്റെ പരീക്ഷ ഹാളിൽ കയറി. എനിക്കറിയത്തില്ല ക്വസ്റ്റ്യൻ എന്തായിരുന്നെന്നോ ഞാൻ എന്താ എഴുതിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. സ്പീക്കിംഗ് ഞാൻ അവിടെ എന്താ ചെയ്തതെന്നോ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ഞാൻ മാതാവിൻ്റെ കുരിശുരൂപം ഇതുണ്ടായിരുന്നു കാശുരൂപത്തിൽ പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഇരുന്ന് തന്നെ ഞാൻ 7 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി. പിന്നെ എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു, ഞാൻ കൊന്ത കഴുത്തിലിട്ടുകൊണ്ടാണ് പോയത്. കൊന്ത ഇരുന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയോ എഴുതി ആ IELTS എനിക്ക് കിട്ടി. എനിക്ക് മാതാവ് അത് സാധിച്ചു തന്നതിന് മാതാവിന് 1000 നന്ദി പറയുന്നു ഞാൻ. പിന്നെയുള്ള കാര്യം കാനഡ പോകുന്നതായിരുന്നു. PR ആയിരുന്നു അപ്ലൈ ചെയ്തത്. അപ്പം ജനറൽ IELTS ആയിരുന്നു വേണ്ടത്. ഞാൻ എഴുതിയതും ജനറൽ തന്നെയാണ്. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, മാതാവ് എവിടെ നിന്ന് കൊണ്ടു തന്ന ഒരു ഇൻ്റർവ്യൂ. ഒരു ദിവസം ഡ്യൂട്ടിക്കിടയിൽ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, അതുപോലെ ഒരു കാനഡയിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്, നിനക്കിപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് എന്ത് ഇൻ്റർവ്യൂ, ഇതുവരെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, സൂമിൽ ഇതുവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല, എന്ത് ചോദിക്കും ഒന്നും എനിക്കറിയത്തില്ല. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ റൂം ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ റൂമിൽ ഡോർ ലോക്ക് ചെയ്തിട്ട് ഈവനിങ് ടൈം ആയിരുന്നു. ഞാൻ എൻ്റെ ഈവനിങ്ങിൽ
ഉടമ്പടിയുടെ പ്രെയർ ചെയ്തു. കൊന്ത കയ്യിലുണ്ടായിരുന്നു. ഒരു കൊന്ത ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ 50 പ്രാവശ്യം ചൊല്ലി അവിടെ ഇരുന്ന് ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ ഇത് പറഞ്ഞു. ഒരു വചനം ഉണ്ടല്ലോ, കർത്താവ് നിനക്ക് മുന്നേ പോയി പർവ്വനിരകൾ നിരപ്പാക്കുകയും ഇരുമ്പോട് ആമ്പലുകൾ പൊളിച്ചു കളയുകയും ചെയ്യും. നിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്നെ ഈശോയെ മനസ്സിലാക്കുവാൻ വേണ്ടി നിനക്ക് ഇരുട്ടിൽ നിന്ന് നിത്യരഹസ്യം എല്ലാം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 3 നേരം ചൊല്ലി ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെന്നോട് അധികമായിട്ട് ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് കാഷ്വൽ ഇൻ്റർവ്യൂ ആയിരുന്നു. പേര്, എവിടെ താമസിക്കുന്നത്, നിങ്ങൾ കാനഡ വരാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ PR-നാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളൊരു ഓഫർ ലെറ്റർ തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിത് PR-ന് അപ്ലൈ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു. മാഡം പറഞ്ഞു, ഓക്കെ, എന്തായാലും നിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനെങ്കിൽ എൻ്റെ കമ്പനിയിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നിനക്ക് ഞാൻ ഓഫർ ലെറ്റർ തരാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവം എന്തിനാ ഇപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ തന്നെ എന്നെ ആശിപ്പിച്ചത്, എന്തെങ്കിലും ഒന്ന് നടക്കുമോ എന്ന് പറഞ്ഞ് ദിവസവും ഞാൻ മാതാവിനെ എന്നും പ്രാർത്ഥിക്കും. ദൈവമേ, ആ ഇൻ്റർവ്യൂ എനിക്ക് നല്ലതായിട്ട് ഞാൻ ചെയ്തു, മാതാവിൻ്റെ സഹായത്തിൽ എനിക്ക് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്കൊരു ഓഫർ ലെറ്റർ തരണേ, അവർക്കൊരു ഓഫർ ലെറ്റർ തരാൻ തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവർ ഒരു ദിവസം വന്നപ്പോഴത്തേക്കും, ഒരു ട്യൂസ്ഡേ ആയിരുന്നു അത്, അവർ ഓഫർ ലെറ്റർ തന്നു. ഓഫർ ലെറ്റർ തന്നിട്ട് പിന്നെ ഒരുപാട് പേപ്പർ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഓരോ തടസ്സങ്ങളായിരുന്നു. പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ലിമിറ്റ് പെരിറ്റേഷൻ കിട്ടുന്നില്ല, എന്തൊക്കെയോ സംഗതികളുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഓരോന്നും ദൈവത്തോട് ദൈവമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടണേ, അത് കിട്ടുന്നില്ല, ദൈവമേ പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല, അതൊന്ന് ശരിയാക്കി തരണേ, ദൈവമേ എൻ്റെ ലൈസൻസിൻ്റെ കാര്യമെല്ലാം ശരിയായി. ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന, ഓരോ ചെറിയ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവം എനിക്ക് അതപ്പം നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിശ്വാസം, എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ട്. മാതാവില്ലാതെ എനിക്കിതിന് സാധ്യമല്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിക്കാനോ പ്രെയർ ചെയ്യാനോ ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. ഒരു സിസ്റ്ററിൻ്റെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു. ആ പ്രെയർ ഞാൻ യൂട്യൂബ് നോക്കി എഴുതിയെടുത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്തിൻ്റെ ആ വെളുപ്പിനെ ഞാൻ ആ ബുക്ക് നോക്കി ആ പ്രെയർ ചെല്ലുമായിരുന്നു. ഒരു ദിവസവും ഞാൻ മുടക്കിയിട്ടില്ല. ആ പ്രെയർ ചെയ്തു പോയി. എനിക്ക് ആ പ്രെയറിൻ്റെ എല്ലാത്തിൻ്റെ എനിക്ക് യൂസ് ഉണ്ടായി. എൻ്റെ അമ്മമാതാവ് എനിക്ക് കാനഡയുടെ കാര്യങ്ങൾ ശരിയാക്കി തന്നു. ഇപ്പോൾ എനിക്ക് കാനഡ PR അല്ല, വർക്ക് പെർമിറ്റിലൂടെ തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും. ഇപ്പോൾ വിസയെല്ലാം വന്നു, പാസ്പോർട്ടിലെല്ലാം അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജൂണിൽ പോയാൽ മതി. ഞങ്ങൾ പേപ്പറിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അമ്മമാതാവ് എൻ്റെ PR-ൽ കാനഡ പ്രോസസ്സിങ്ങും എല്ലാം ശരിയാക്കി തന്നു. എൻ്റെ IELTS-നും എല്ലാം മാതാവും എൻ്റെ ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് സാധിച്ചത്. പിന്നെ ഞാൻ 2-3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നടന്നില്ല. അത് ഇനിയും എനിക്ക് മാതാവ് ഈശോയും സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വാസത്തോടു കൂടി ഇരിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് ദുബായിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ എല്ലാം നല്ലോണം കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ കൊടുക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഈ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എനിക്കൊന്നും കൊടുക്കുക, അവിടെ അങ്ങനെ പാവപ്പെട്ടവരോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് വഴിയിൽ പോകുന്ന പള്ളിയുടെ സൈഡുകളിലൊക്കെ ചിലവർ റോസാപ്പൂക്കൾ ഇതുപോലെ കൊന്ത വിൽക്കാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ അവർക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങളും ഒരു നേരത്തെ ആഹാരവും അതും ഇതെല്ലാം ഞാൻ ഒരു മാസത്തോളം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരാൾക്കെങ്കിലും നമ്മുടെ കൈകൊണ്ട് ഒരു അന്നം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കാരുണ്യ പ്രവൃത്തിയാണെന്ന്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ അയാൾക്ക് അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഒരു ഇച്ചിരി വയ്യാത്ത ചേട്ടന്. അപ്പോൾ ഇതുപോലെ കൊന്ത വെക്കാൻ നിൽക്കുന്ന ഒരാളായിരുന്നു. ആ ചേട്ടനെ ഞാൻ ദിവസം ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നതല്ല, കുറേ ദിവസം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. പിന്നെ അല്ലാത്ത ദിവസം എൻ്റെ ബാഗിൽ എന്തെങ്കിലും ബിസ്ക്കറ്റോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാണും. ഞാനപ്പോൾ വരുന്ന വഴിയിൽ ചിലപ്പോൾ ആ ചേട്ടനെ കാണത്തില്ല. ഉള്ള സമയത്തനുസരിച്ച് എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും. എൻ്റെ വരുന്ന പാവപ്പെട്ട പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ പൈസ കാണത്തില്ല, ഞാൻ ചിലപ്പോൾ അവർക്ക് ബില്ല് പേ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. എൻ്റെ പത്രമില്ല, ഞാൻ ആദ്യമൊക്കെ നാണക്കേട് തോന്നി, പക്ഷേ പിന്നീട് എനിക്കൊന്നും തോന്നിയില്ല. എല്ലാവരും കളിയാക്കുമ്പോൾ എനിക്ക് മനസ്സിൽ കൂടുതൽ ധൈര്യമുള്ളൂ. അച്ഛൻ പറയുന്നുണ്ട്, കളിയാക്കുമ്പം ഈശോ നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കും എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തോട് കൂടി ഞാൻ എൻ്റെ പത്രവും എല്ലാം കംപ്ലീറ്റ് ആക്കി. കാരുണ്യ പ്രവൃത്തികളിലും ഞാൻ ചെയ്തു. എല്ലാം ദൈവം എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് സാധിച്ചു തന്നു. അതിന് എൻ്റെ കർത്താവിനും എൻ്റെ അമ്മമാതാവിനും 1000 നന്ദി പറയുന്നു ഞാൻ.